ഹെലികോപ്റ്റർ യാത്രാ വിവാദത്തിൽ വ്യക്തത വരുത്താതെ മുഖ്യമന്ത്രി. കൊച്ചിയിലേക്ക് ഹെലികോപ്റ്ററിൽ നടത്തിയ യാത്രയാണ് വിവാദമായത്. നിക്ഷേപകരെ കാണാനാണ് യാത്ര എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ആദ്യ ദിനത്തിലെ വിശദീകരണം. തന്നെ കാണാൻ നിക്ഷേപകൻ വന്നതായാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത്. ആരാണ് ആ നിക്ഷേപകൻ എന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്ര ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. ടി വി പ്രസാദ് ഉണ്ട് വിശദാംശങ്ങളുമായി. പ്രസാദ്, ഗുഡ് മോർണിംഗ്. മുൻപ് പറഞ്ഞ കാര്യമല്ല മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. ആകെ മൊത്തം ഒരു അവ്യക്തതയാണ് ഈ വിഷയത്തിൽ. ഇതിലൊരു രഹസ്യാത്മകത കാത്തു സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിലൊരു വിശദീകരണം മുഖ്യമന്ത്രി തരാത്തത്? ഒപ്പം ഇനി എന്തായാലും ഈ വിഷയത്തിൽ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ വിമർശനങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് കടുക്കുമല്ലോ. കീർത്തന, ശ്രുതി, ഗുഡ് മോർണിംഗ്. ഹെലികോപ്റ്റർ വിവാദം അത് അടഞ്ഞ അധ്യായമല്ല എന്നുള്ളതാണ്. കൂടുതൽ തുറക്കുകയാണ്. ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞതല്ല കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് എന്നുള്ളതാണ്. മാത്രവുമല്ല, ഇതുവരെയും രണ്ട് വാർത്താ സമ്മേളനങ്ങളിലും ഉള്ള സാമ്യം എന്ന് പറയുന്നത് രണ്ട് വാർത്താ സമ്മേളനങ്ങളിലും ആരാണ് ആ നിക്ഷേപകൻ എന്ന് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങൾ എന്തിനാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന മറു ചോദ്യമാണ് തിരിച്ചിപ്പോഴും വി ഡി സതീശൻ ചോദിക്കുന്നത് എന്നതാണ്. അങ്ങനെയെങ്കിൽ എന്തിനാണ് സംസ്ഥാന സർക്കാർ വാടകയ്ക്കെടുത്ത് ഹെലികോപ്റ്റർ എടുത്ത് കൊച്ചിയിലേക്ക് യാത്ര ചെയ്തത് എന്ന ചോദ്യം ഉയരുകയാണ്. മാത്രവുമല്ല, പോലീസ് സംവിധാനങ്ങളോ അതല്ലെങ്കിൽ അറിയേണ്ട സംവിധാനങ്ങളോ ഒന്നും അങ്ങനെ ഒരു നിക്ഷേപകനുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് അറിഞ്ഞില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. മുഖ്യമന്ത്രി നുണ പറയുന്നു എന്ന വിമർശനം ആവർത്തിക്കുകയാണ് പ്രതിപക്ഷം. ഇന്നലെയും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചത്. മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നപ്പോൾ പറഞ്ഞതല്ല ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഹെലികോപ്റ്റർ യാത്ര പ്രധാനമായ വിവാദ വിഷയമാക്കി നിർത്താൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അവർക്കിതൊരു രാഷ്ട്രീയ ആയുധമായി മാറുകയും ചെയ്തു എന്നതാണ്. എന്തുകൊണ്ടാണ് ആ യാത്രയെക്കുറിച്ചുള്ള വിവരങ്ങൾ മുഖ്യമന്ത്രി പുറത്തു പറയാത്തത് എന്ന ഗുരുതരമായ ചോദ്യം ഇപ്പോഴും ഉയരുകയാണ്. ഓരോ വാർത്താ സമ്മേളനം കഴിയുമ്പോഴും ആ യാത്രയെക്കുറിച്ചുള്ള സംശയങ്ങൾ കൂടി വരികയുമാണ്. ശ്രുതി, കീർത്തന. വലിയ പ്രതിഷേധം തന്നെയാണ് എന്തായാലും പ്രതിപക്ഷം ഉയർത്താൻ പോകുന്നത് എന്നുള്ളതാണ്. ടി വി പ്രസാദ്, ഈ വിഷയത്തിൽ അതൊരു ശക്തമായിട്ടുള്ള പ്രതിഷേധം, വലിയ ആയുധം തന്നെയാണ് പ്രതിപക്ഷത്തിന് കയ്യിൽ കിട്ടിയിരിക്കുന്നത്. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധം തന്നെയാണ്. കാരണം മുഖ്യമന്ത്രി പറയുന്ന ഒരു കാര്യത്തിൽ അത് ചില കാര്യങ്ങൾ മറച്ചുവെക്കുന്നു എന്ന് പറയുമ്പോൾ ഉറപ്പായും പ്രതിപക്ഷത്തിനൊരു രാഷ്ട്രീയ ആയുധം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള നേതാക്കൾ തന്നെ ഈ വിഷയത്തിൽ ഇറങ്ങുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്. ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ച് കൂടുതൽ വിമർശനങ്ങൾ ഉയർത്താൻ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. പക്ഷേ MV ഗോവിന്ദൻ, P രാജീവ് അടക്കമുള്ള പ്രധാനപ്പെട്ട LDF നേതാക്കളെല്ലാം തന്നെ അതിരൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെങ്കിൽ, സംസ്ഥാന സർക്കാരിന്റെ താല്പര്യപ്രകാരം നിക്ഷേപകനുമായി ചർച്ച നടത്തിയിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അതിനെക്കുറിച്ച് പറഞ്ഞുകൂടാ എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. LDF നേതാക്കൾ മാത്രമല്ല, സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം നികുതി പണം കൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാവുന്ന സർക്കാരിന് എന്തുകൊണ്ട് അക്കാര്യം വെളിപ്പെടുത്താൻ കഴിയുന്നില്ല എന്ന ചോദ്യം വളരെ സജീവമായി ഉയരുകയാണ്. ശ്രുതി, കീർത്തന. ശരി, ടി വി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.